എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീടെന്നുള്ളത്. അപ്പോൾ ഈ വീടിനായിട്ട് നമ്മൾ പല ആൾക്കാരും ലോൺ എടുക്കാറുണ്ട്. സർക്കാർ പദ്ധതിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന വീടുകൾ കൂടാതെ നമ്മൾ ലോൺ എടുത്ത് വീടുകൾ വെക്കാറുണ്ട്. പക്ഷേ ഈ ലോൺ എടുത്ത് വീടുകൾ വെക്കുമ്പോൾ അവസാനം ആ വീട് നമുക്ക് ഉപേക്ഷിക്കുകയോ ജപ്തി ചെയ്തു പോവുകയോ ഒക്കെ ചെയ്യുകയാണ് പലരുടെയും അവസ്ഥ. അങ്ങനെ വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന പലിശയാണ്. നമ്മളെടുക്കുന്ന ലോണിൻ്റെ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയൊക്കെ കൂടിക്കൂടിയാണ് നമുക്ക് ആഗ്രഹിച്ചു വെച്ച വീട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പദ്ധതി ഇപ്പോൾ വരികയാണ്. 20 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ. വീട് പണിയാൻ ഇനിയും പണം കേന്ദ്രം തരും. 20 ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പ നൽകാൻ ഉള്ള പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുന്നത്. വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കുമെന്നുള്ളതും വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ കാലയളവിൽ പലിശരഹിതമായിട്ടാണ് ഈ വായ്പ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ഇത് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പലിശ നമുക്കില്ലാതെ ഈ വീട് വയ്ക്കാൻ കഴിയുള്ളൂ. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ അലട്ടുന്ന പ്രശ്നമാണ് സാമ്പത്തികം. ഹോം ലോണുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വലിയ പലിശയാണ്. വലിയ ബാധ്യതയിലേക്ക് കുടുംബങ്ങളെ നയിക്കുകയും ചെയ്യും. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവുമില്ലാതെ 20 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ. 30 വർഷം വരെ തിരിച്ചടവാണ് ഈ പദ്ധതിക്ക് ഉള്ളത്. അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. അതായത് 2025 മാർച്ചിന് മുമ്പായിട്ട് തന്നെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. വായ്പ അനുവദിച്ച ശേഷം തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കും. കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമാണ്. നഗര ഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകുമെന്ന് ഈ ബജറ്റിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയിരുന്നു. പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം, തുല്യമായ പ്രതിമാസ ഗഡു, അറ്റ പ്രതിമാസ വരുമാനം അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിൽ ധനകാര്യ, ഭവന, നഗരകാര്യ മന്ത്രാലയങ്ങൾ, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, മറ്റ് വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ്. ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 എന്നൊരു പദ്ധതിയും കേന്ദ്രത്തിൻ്റേതായി നിലവിലുണ്ട്. PMAY-U പദ്ധതി ഉൾപ്പെടുത്തി 1 കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും. വീട് വാങ്ങിക്കുന്നതിനൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി. 5 വർഷത്തേക്ക് 10 ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. 2.30 ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായി നൽകും. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മധ്യവർഗ കുടുംബങ്ങളുടെ പ്രതിഷേധം BJPക്ക് തിരിച്ചടിയായിരുന്നു. ഗ്രാമീണ ഇന്ത്യക്കൊപ്പം മധ്യവർഗ സമൂഹത്തിൻ്റെ പ്രതിഷേധം തണുപ്പിക്കുക എന്ന ലക്ഷ്യവും പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. മൂന്നാം മോദി സർക്കാർ രാജ്യത്തെ ഇടത്തരക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന വിലയിരുത്തലുകൾ സാധൂകരിക്കുന്നതാണ് പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾ.